റൈഡോണ്ട് കൂടിയില്ലേ എന്റെ കൊച്ചി ടു ദുബായ് റൈഡില് നമ്മൾ ബൈക്ക് ഇവിടുന്ന് കൊണ്ടുപോകണോ, കൊച്ചിയിൽ മാത്രമാണോ ഫ്ലൈറ്റ് ഉള്ളത്, എത്രയായി അതിന്റെ ടോട്ടൽ ചാർജ്, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണ്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ആൻസർ ആണ് ഈ വീഡിയോ. കൊച്ചിയിൽ നിന്ന് മാത്രമല്ല ഫ്ലൈറ്റ് ഉള്ളത്. നിങ്ങൾ ഏത് സിറ്റിയിലാണോ ബിലോങ് ചെയ്യുന്നത് ആ സിറ്റിയിലുള്ള എയർപോർട്ട്, നിങ്ങളുടെ നിയർ ബൈ എയർപോർട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ബൈക്ക് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. നമ്മൾ അവിടെ ചെന്നിട്ട് ബൈക്ക് റെന്റിന് എടുക്കുകയാണ് ചെയ്യുക. അതിന് വേണ്ട ഒരു ഡോക്യുമെന്റ് ആണ് IDP അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ്. UAE-യിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അവിടെ റെസിഡന്റ് വിസയിൽ അല്ലെങ്കിൽ വർക്ക് വിസയിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് IDP മതിയാവില്ല. അവിടുത്തെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ടിയിരുന്നാണ് എന്റെ ഒരു അറിവ്. നിങ്ങൾ അത് റൈഡോണുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ഏതൊക്കെ ബൈക്സ് കിട്ടും നമുക്ക് നേരത്തെ പറയാൻ പറ്റില്ല. ഞാൻ പോയ റൈഡിൽ നമുക്ക് റോയൽ എൻഫീൽഡിന്റെ ബൈക്ക് ഉണ്ടായിരുന്നു, BMW-ന്റെ ബൈക്ക് ഉണ്ടായിരുന്നു, ട്രയംഫിന്റെ ബൈക്ക് ഉണ്ടായിരുന്നു. അവിടുത്തെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചായിരിക്കും നമുക്ക് ബൈക്ക് കിട്ടുന്നത്. അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ബൈക്ക്, അവരുടെ ലിസ്റ്റിലുള്ള ഏതെങ്കിലും സ്പെസിഫിക് ബൈക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ റിക്വസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് വന്ന ക്വസ്റ്റ്യൻ, കയ്യിൽ നിന്ന് എത്ര പോയി? നിങ്ങളൊരു കപ്പിൾ ആയിട്ടാണ് പോകുന്നെങ്കിൽ, ഞാനും എന്റെ ഹസ്ബൻഡും കൂടിയാണ് ഈ റൈഡിന് പോയത്. അപ്പൊ കപ്പിൾ ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 95,000 ആണ് വരുന്നത്. ഈ 95,000-നകത്ത് റൂമും നിങ്ങളുടെ ബൈക്കും ഷെയറിംഗ് ബേസിസിലായിരിക്കും. അല്ല നിങ്ങൾക്ക് സിംഗിൾ റൂമും സിംഗിൾ ബൈക്കും ആണ് വേണ്ടെങ്കിൽ 1,20,000 ആണ് ഇവരുടെ ചാർജ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പായിട്ട് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിന്റെ വോളിയത്തിനനുസരിച്ച്, നമ്പർ ഓഫ് ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് അവർ ആവശ്യമുള്ള ഡിസ്കൗണ്ട്സ് ചെയ്തു തരും. ഇതൊരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. ഇതിനകത്ത് നിങ്ങളുടെ അപ്പ് ആൻഡ് ഡൗൺ എയർ ടിക്കറ്റ്, വിസ, ട്രാവൽ ഇൻഷുറൻസ്, ബൈക്ക്, പെട്രോള്, നിങ്ങളുടെ ഹോട്ടൽ അക്കോമഡേഷൻ, നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, അവിടുത്തെ ലോക്കൽ ടാക്സസ്, അതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഈ ഐറ്റിനറിയിൽ പറയാത്ത ആക്ടിവിറ്റീസ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ലഞ്ച്, നിങ്ങളുടെ പേഴ്സണൽ എക്സ്പെൻസ്, അതൊക്കെ നിങ്ങൾ തന്നെ എടുക്കണം. എനിക്ക് റൈഡോണ്ടുകൂടെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബൈക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള നല്ല കണ്ടീഷനിലെ ബൈക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കാര്യം, നിങ്ങൾ UAE-യിലാന്ന് റൈഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് സ്റ്റൈൽ അല്ല, നിങ്ങൾ അവിടെ ആക്സിഡന്റ് ഉണ്ടാക്കും, അവിടെ സ്പീഡ് കൂടുതലാന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ ഡെയിലി രാവിലെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ബ്രീഫിംഗ് ഉണ്ടാവും. ഇന്ന് ഏത് ടൈപ്പ് ടെറൈനിലേക്ക് കൂടിയാണ് പോകുന്നത്, എത്ര നമുക്ക് സ്പീഡ് ഉണ്ട്, എന്തൊക്കെയാണ് മേജർ ട്രാഫിക് സിഗ്നൽസ് വരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അതൊക്കെ നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കുക. പിന്നെ ദുബായ് ടെറൈൻ, നമുക്ക് മൗണ്ടൻസ് ഉണ്ടായിരുന്നു, ബീച്ചസ് ഉണ്ടായിരുന്നു, നമുക്ക് മരുഭൂമി ഉണ്ടായിരുന്നു. പിന്നെ ദുബായിന്റെ സ്കൈലൈൻസിന്റെ നടുവിലേക്ക് കൂടി രാത്രി വണ്ടി ഓടിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, എന്റെ സാറേ, ഒരു ഭയങ്കര ഫീലിംഗ് ആണത്. പിന്നെ റൈഡോണിന്റെ ടീം, നമ്മൾ റൈഡിന് വരുന്നതെന്ന് കൺഫേം ചെയ്ത ആ ഒരു മൊമെന്റ് മുതൽ നമ്മുടെ എല്ലാ ഡോക്യുമെന്റേഷനും സെറ്റ് ആക്കാനും ഒക്കെ കണ്ടിന്യൂസ്ലി നമ്മളെ കോൺടാക്ട് ചെയ്യുന്നു. എയർപോർട്ടിൽ എത്തിക്കേണ്ടിട്ട് അവർ അസിസ്റ്റ് ചെയ്യുന്നു. റൈഡിന്റെ സമയത്ത് ത്രൂ ഔട്ട് നമുക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. ലിറ്ററലി തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ അവരുടെ അസിസ്റ്റൻസിന്റെ ഇപ്പോഴും നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ ലിറ്ററലി ഒരു ഫാമിലി പോലെയാണ്. ഈ മാസം അവസാനം റൈഡോൺ വീണ്ടും ഇന്ത്യ ടു ദുബായ് ഒരു റൈഡ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം, ഇൻക്ലൂഡിങ് അവരുടെ വാട്സ്ആപ്പ് നമ്പറും ഇൻസ്റ്റാഗ്രാം ID. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, റൈഡ് പോവുക, അടിച്ചു പൊളിച്ചിട്ട് വരിക.